രാവിലെ 8:30 നമ്മുടെ ഫോണിലേക്ക് ഒരു സേഫ്റ്റി എല്ലാം അടിക്കുന്നത്. ആ സമയത്ത് നമ്മളെല്ലാവരും സേഫ്റ്റി റൂമിലേക്ക് മാറി. തീർച്ചയായിട്ടും നമ്മൾ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോഴാണ് അവരുടെ മെസ്സേജ് വരുന്നത്. ഇതൊരു സേഫ്റ്റി പ്രിക്കോഷന്റെ ഭാഗമായിട്ട് വന്ന മെസ്സേജാണ്. വരും മണിക്കൂറുകളിൽ ഇറാന്റെ ഭാഗത്തുനിന്നും ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കാൻ പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നത് ഇറാനിന് മേൽ ഇസ്രായേൽ ആക്രമണം നടത്തി. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലാണ് ആക്രമണം ഉണ്ടായത്. അവിടുത്തെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ കെട്ടിടങ്ങൾ പൂർണ്ണമായും ആക്രമണത്തിൽ തകർന്നതായിട്ടും നമുക്കറിയാൻ സാധിച്ചു. വരും മണിക്കൂറുകളിൽ തീർച്ചയായിട്ടും ശക്തമായ ഒരു യുദ്ധ സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും തീർച്ചയായിട്ടും സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ പോലും ഇറാന്റെ ഭാഗത്തുനിന്ന് മിസൈൽസ് വരുന്ന അലേർട്ട് നമുക്കിവിടെ അടിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ സേഫാണ്, സേഫ്റ്റി റൂമിലാണ്. കാരണം ഞാൻ നിൽക്കുന്നത് ഇസ്രായേലിലാണ്. ആ ഒരു വിശ്വാസവും ധൈര്യത്തിലുമാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. പിന്നീട് ഇപ്പൊ ഇറാന്റെ ഭാഗത്തു നിന്ന് മാസീവായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന് നേരെ അയക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഡിഫൻസ് സിസ്റ്റം, ഇസ്രായേലിന്റെ ഡിഫൻസ് സിസ്റ്റം അത്രയും മികവുറ്റതായതുകൊണ്ട് തന്നെ ഓൺ ദ വേ ടു മിഡിൽ നമുക്കതിനെ ക്യാച്ച് ചെയ്യാൻ പറ്റി. നമ്മളത് ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം പോലും ഇസ്രായേലിന്റെ നേരെ പതിച്ചിട്ടില്ല. പകുതിക്ക് വെച്ച് തന്നെ അതിനെ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ആക്രമണം എന്ന് പറയുമ്പം തീവ്രവാദത്തിനെതിരെയുള്ള ആക്രമണമാണ്. ഒരു രാജ്യത്തിന് എതിരെയല്ല, തീവ്രവാദത്തിനെതിരെ. ഈ ഇറാന് മേലെ ഇസ്രായേൽ നടത്തുന്ന ഈ യുദ്ധത്തോടെ ലോകത്താകമാനം ക്യാൻസർ പോലെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു വൈറസ്, ആ വൈറസിനെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും. തീവ്രവാദം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വൈറസാണ്. ഈ വൈറസിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ലോകം സ്വാതന്ത്ര്യം നേടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇറാന് മേൽ ഇസ്രായേൽ നടത്തുന്ന ഈ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇറാനിയൻ ജനത തന്നെയാണ്. കാരണം തീവ്രവാദ ഭരണത്തിൽ ഈ തീവ്രവാദം, അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, ഇവിടെ ഇങ്ങനെ സൈറൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാനിയൻ ജനത ഇപ്പോൾ അനുഭവിക്കുന്ന തീവ്രവാദ ഭരണമുണ്ടല്ലോ, അപ്പോൾ ഇസ്രായേൽ ഇറാന് നേരെ ഒരു യുദ്ധം നടത്തുമ്പോൾ ആ യുദ്ധത്തിലൂടെ തകർന്നടിഞ്ഞു പോകുന്നത് ഈ ഭീകരവാദമാണ്. അവിടുത്തെ സ്ത്രീകൾക്ക് വരും കാലങ്ങളിൽ അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും മനോഹരമായ സ്വാതന്ത്ര്യത്തെയാണ് അവര് മുന്നിൽ കാണുന്നത്. ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ പാഠവും യുദ്ധതന്ത്രങ്ങളും ഒക്കെ നമുക്കറിയാവുന്നതാണ്. തീർച്ചയായിട്ടും തീവ്രവാദം നശിക്കാനുള്ള ഈ യുദ്ധത്തിൽ നമുക്ക് ഇസ്രായേലിനൊപ്പം ചേരാം. തീർച്ചയായിട്ടും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളും ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കും. ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ തീവ്രവാദവും നശിച്ച് മനോഹരമായ ഒരു നാളേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം.